ഹായ്, എല്ലാവർക്കും സ്വാഗതം. അല്ലാമ ഇക്ബാലിന്റെ ഷിക്വയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്റ്റാൻസകൾ കഴിഞ്ഞ സ്റ്റാൻസകൾ കേട്ടവർക്കറിയാം അല്ലാമ ഇക്ബാൽ പല രീതിയിൽ ഇസ്ലാമിക ചരിത്രം പറയുകയും അതുപോലെ തന്നെ അള്ളാഹുവിനോട് നേർക്ക് നേരെ പറയുന്നത് പോലെ ഒരുപാട് പരാതിയും പരിഭവങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അവിശ്വാസികൾക്ക് ഒരുപാട് ഞാമത്തുകളും ബർക്കത്തുകളൊക്കെ നീ കൊടുക്കുന്നു, മുസൽമാന്മാരെ നീ പരീക്ഷിക്കുന്നു, അതുകൊണ്ട് നീ നീതിമാനല്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത വരികൾ കേൾക്കാം. ഈ വരിയിലൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു റീസൺ പറയാണ്. നമുക്ക് ആ വരികൾ കേൾക്കാം. सولहवां मुलायजा फरमाए, ये शिकायत नहीं है उनके खजाने मामूर. ഇതിൽ അല്ലാമ ഇഖ്ബാൽ പറയുന്നത് ഈ ഷിക്കായത്ത് നഹി, ഇത് ഞങ്ങളുടെ സങ്കടം, ഞങ്ങളുടെ പരാതി എന്ന് പറയുന്നത് അവിശ്വാസികൾക്ക് അവരുടെ ഖജനാവ് നിറഞ്ഞത് കണ്ടിട്ടോ അവരുടെ നിധിപേടകങ്ങളിലല്ല ഞങ്ങളുടെ സങ്കടം. അവർക്ക് നീ കൊടുക്കുന്നത് കൊണ്ടുള്ള അസൂയ കൊണ്ടൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. കാരണം അവർക്ക് യാതൊരു ഉപചാര മര്യാദയോ നിന്നെ അറിയുന്നവരല്ല അവർ. नहीं महफिल में जिन्हें बात भी करने का शऊर. എന്നതിന് ശേഷം അല്ലാമ ഇഖ്ബാൽ പറയുന്നത് कहर तो ये है कि काफिर को मिले हूर कसूर. അവിശ്വാസികൾക്ക് നീ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നു, പക്ഷെ അതിലല്ല ഞങ്ങളുടെ സങ്കടം. और बेचारे मुसलमान को और बेचारे मुसलमां को फकत वादۂ हूर. പാപപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള നിന്നെ അനുസരിച്ച് വണങ്ങി ജീവിക്കുന്ന ഒരുപാട് നിഷ്കളങ്കരായ മുസൽമാന്മാർക്ക് और बेचारे मुसलमान को फकत वादۂ हूर, വല്ലാത്ത വെരിയാണ്. ഹൂറിലീങ്ങളെ കൊടുക്കുമെന്നത് വെറും വാഗ്ദാനം മാത്രമാണോ? മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഹൂറിലീങ്ങളെ കൊടുക്കുമെന്ന് ഖുറാനിൽ ഒരുപാട് സ്ഥലത്ത് അതിന്റെ വാഗ്ദാനങ്ങളുണ്ട്. और बेचारे मुसलमान को फकत वादۂ हूर, ഹൂറിലീങ്ങളെ കൊടുക്കുമെന്നത് വെറും വാഗ്ദാനം മാത്രമാണോ? ദുനിയാവ് ഞങ്ങൾക്കൊന്നും തരുന്നില്ല, ഇത് വെറും വാഗ്ദാനം മാത്രമോ ആണോ എന്ന് ചോദിച്ചു പോവാണ് അല്ലാമ ഇഖ്ബാൽ. കാരണം ഹൂറിലീങ്ങളെ പറ്റി ഖുറാനിൽ ഒരുപാട് ആയത്തുകളുണ്ട്, അതിന്റെ ഒരുപാട് വർണ്ണനകൾ. വക്കവായി ബത്രാബ, സമപ്രായക്കാരായിട്ടുള്ള വളരെ സുന്ദരികളായിട്ടുള്ള ഹൂറിലീങ്ങളെ പറ്റി കന്നകുന്ന യാഖൂത വൽ മർജാൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ചോദിക്കുന്നത് അല്ലാമ ഇഖ്ബാൽ ചോദിക്കുന്നത് ആ ഹൂറിലീങ്ങൾ വെറും വാഗ്ദാനം മാത്രമാണോ? വല്ലാത്ത വരിയാണിത്. ഇങ്ങനെ ഷിക്വന്റെ ഏറ്റവും തീവ്രമായ വരികളിലൂടെ കടന്നു പോവാണ്. कहर तो ये है कि काफिर को मिले हूर कसूर. അപ്പൊ അടുത്ത വരിയിൽ പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഹൂറിലീങ്ങൾ വാഗ്ദാനം മാത്രമാണോ എന്ന് പറയുക മാത്രമല്ല, അവിശ്വാസികൾക്കാണെങ്കിൽ ഖുസൂർ, അവർക്കാണെങ്കിൽ രമ്യ ഹർമ്മങ്ങളും കൊട്ടാരങ്ങളും എല്ലാ സുഖസമൃദ്ധിയും സൗകര്യങ്ങളും സൗജന്യങ്ങളും എല്ലാം അവർക്കാണ്. മുസ്ലിങ്ങൾക്കാവട്ടെ और बेचारे मुसलमां को फकत वादۂ हूर. ഹൂറിലീങ്ങളെ കൊടുക്കാമെന്ന് വെറും വാഗ്ദാനം മാത്രമോ? വല്ലാത്ത വരിയാണ് അതൊക്കെ. ഈ സ്റ്റാൻസയുടെ അവസാനത്തെ വരിയിൽ അല്ലാമ ഇഖ്ബാൽ ശരിക്കും അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ പറയാണ്. अब वो अल्ताफ नहीं हम पे इनायात नहीं, अब वो अल्ताफ नहीं हम पे इनायात नहीं. നീ അൽത്താഫാണ്, നിന്റെ ഇനായാത്തും അൽത്താഫ്, നിന്റെ ദയാപരത്വവും കാരുണ്യവും ഒക്കെ എവിടെ പോയി? അതൊന്നും ഞങ്ങളോട് പഴയ ആഭിമുഖ്യമോ നിന്നോ സ്നേഹമോ ഒന്നും ഞങ്ങൾക്കില്ല. നിന്റെ ആളുകളായിട്ട് നിന്റെ സമൂഹത്തെ നീ ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. നിന്റെ ഇനായാത്ത്, അതുപോലെ തന്നെ അൽത്താഫ്, നീ അൽത്താഫ് അമീമാണ്. ആദ്യത്തെ സ്റ്റാൻസയിലൊക്കെ പറഞ്ഞിരുന്നു നീ അൽത്താഫ് അമീം, നീ വളരെ സർവ്വവ്യാപ്തിയായ കാരുണ്യവാനാണ്. പക്ഷെ നിന്റെ ദയാപരത്വവും കാരുണ്യമൊന്നും ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നല്ല അല്ലാമ ഇഖ്ബാൽ പറയാണ്. बात ये क्या है कि पहली सी मुदारात नहीं, बात ये क्या है कि पहली सी मुदारात नहीं. ഇനിയും 8-10 സ്റ്റാൻസകൾ അവശേഷിക്കുന്നുണ്ട്. എല്ലാ സ്റ്റാൻസയും വളരെ ഗംഭീരമാണ്. അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു പോവാണ്. ഏതായാലും അടുത്ത സ്റ്റാൻസ് അടുത്ത വീഡിയോയിൽ കേൾക്കാം. അതുവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.